എടാ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണ്ട ഭക്ഷണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എന്തെങ്കിലും അത് കഴിഞ്ഞ് എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി കഴിക്കണു. എന്നിട്ട് വിശപ്പ് നന്നായി തോന്നുമ്പോൾ കഴിക്കുള്ളൂ. അതുപോലെ നാച്ചുറലായിട്ട് വരണ ഇടിമിന്നലിനെ അവഗണിച്ച് ചൈനീസ് ഫയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന മറവി രോഗം ഉണ്ടാക്കും. ചൈനീസിന് ബൈബിളായിട്ടോ യഹോവയായിട്ടൊരു ബന്ധമില്ല, യേശുവായിട്ടൊരു ബന്ധമില്ല. അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് വൃത്തികെട്ട ഹിന്ദു ഫെസ്റ്റിവലിലും വൃത്തികെട്ട മുസ്ലിം ഫെസ്റ്റിവലും വൃത്തികെട്ട റോമൻ കാത്തലിക് ഫെസ്റ്റിവലിലും ഈ കാശ് മേടിച്ചിട്ടുള്ള പരിപാടി നടക്കണം. സ്റ്റേജ് ഷോ നടത്താൻ വേണ്ടി അവർ ഒരു മണിക്കൂർ 2-3 മണിക്കൂറിന് വേണ്ടി 50,000 1,00,000 മേടിക്കണ പോലെ. അപ്പോൾ ഇത് ഫ്രീ സർവീസിനെ കുറിച്ച് പറഞ്ഞേ, കാശ് മേടിച്ചിട്ടുള്ള കാര്യമല്ല പറഞ്ഞേ. അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്തെല്ലാം നടക്കുമെന്ന് പറയണേ. 26 ആൻഡ് 8882 ഇവൺ ദ സൺ ഡസൻ നോ ദ ടൈം ബട്ട് ലിവിങ് കോൾസ് ടൈം എവറിത്തിങ് ഹാപ്പൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നോക്കി, ഒരു ബെഗർ ഞാൻ നോക്കി പറഞ്ഞാൽ അത് ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. അവിടെ ഒരു ബെഗർ താഴെ ലെപ്രസി പിടിച്ച് റോഡ് അരികിൽ നിൽക്കുന്നുണ്ട്. അത് മോളിലേക്ക് നോക്കിയപ്പോൾ ഇടി ആകാശത്ത് മിന്നിയുണ്ടാവും, ശബ്ദമില്ലാണ്ട്. അപ്പോൾ അത് ആ ബെഗർ കാരണം അത് ഉണ്ടായിരുന്നുണ്ട്. ഇല്ല, മഴ പെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ലിവിങ് ഗോഡിൻ്റെ സമയത്താണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത്. 26 വർഷം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സമയം 26 മിനിറ്റാണ്. അതുപോലെ നിങ്ങൾ പല രീതിയിലും വിഡ്ഢിത്തങ്ങൾ ചെയ്യണത്. ഈ പാതിരികളെ കൊണ്ട് 60,000 രൂപ ഒരു മാസം സാലറി മേടിക്കണം, ഇത്ര ഹൈ സാലറി മേടിക്കണം. അവരോട് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യിപ്പിക്കണം റിമംബറൻസിൻ്റെ പേരിൽ. ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, മൂപ്പന്മാർ ചെയ്യണ പോലെ. ഫ്രീ ഭക്ഷണം, ഫ്രീ കാര്യങ്ങൾ ചെയ്യുക. അത് ഫ്രീ സാക്രിഫൈസ് എന്ന് പറയാൻ പറ്റില്ല, റിപ്പീറ്റഡ് സാക്രിഫൈസ് എന്ന് പറയും. റിമംബറൻസിന് വേണ്ടിയല്ല. അത് സാക്രിഫൈസ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നണല്ലേ അത് 60,000 രൂപ സാലറി മേടിച്ച് റിപ്പീറ്റ് ചെയ്യാമെന്ന്? അവരുടെ ആവശ്യമില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പാതിരികളുടെ ആവശ്യമില്ല. അതാണ് ചെറുപ്പത്തിൽ നിങ്ങളുടെ വെഡിത്തം കാരണം ഞാൻ മനസ്സിലാക്കി വരേണ്ടത്. ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യേണ്ടത് അന്ന് ചെയ്തിട്ടുള്ളെങ്കിൽ അത് ഇപ്പോഴെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഓർക്കാറുണ്ട്. മമ്മൂട്ടി മാമുക്കായും എന്തിട്ടാണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയാം. അവർ സ്വാമി വേഷം കെട്ടി പാതിരി വേഷം കെട്ടി കുട്ടിയും കഴിച്ച് വീടി വലിച്ച് നടക്കും കുറ്റങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഞാനങ്ങനെ ആരെക്കുറിച്ച് പറയാൻ നിന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയാം എന്നെക്കുറിച്ച്. സ്വന്തമായിട്ട് അവർ 112 വയസ്സിൽ ജീവിക്കുന്ന അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഹെൽത്തി ആയിരിക്കും. അതിന് മുമ്പ് ഒരു 50 വർഷം മുമ്പ് നീ ചത്തുണ്ടാവില്ല. അപ്പോൾ നീ കാരണം ഞാൻ നടക്കണേന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വെറുതെയാണ്. എന്തുകൊണ്ട്? നിൻ്റെ വെഡിത്തം 50 വർഷം മുമ്പ് നീ ചത്തു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ചത്തു കഴിഞ്ഞാൽ നിനക്ക് എത്രത്തോളം വെഡിത്തം നിനക്ക് സ്വയം നീ ചെയ്യാമെന്ന് തോന്നണത്? ഒരു വെഡിസ്ത്രീയുടെ ഒപ്പം ഇരിക്കുക. വെഡിസ്ത്രീക്കൊന്നും അറിയില്ല, വെഡിത്തം പറഞ്ഞു കൊടുക്കാൻ നിനക്കറിയാം. എന്തെങ്കിലും ബോധം ബുദ്ധിയുണ്ട് നീ ചെയ്യണതിന്. ഒരു ഹിന്ദു ശോഭന എന്ന് പറഞ്ഞ വെഡി, അതും ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് അത് വെഡിത്തം ചെയ്തുകൊണ്ടിരിക്കണം. മോഹൻലാൽ ആരായാലും, മാമുക്കോയ, മുസ്ലിംസ്, ഹിന്ദുസ് എല്ലാം ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാണ്ട് വെഡിത്താണ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ തലയിൽ നെറ്റിമെഴുതിക്കട്ടെ ഒരു വെഡിത്തം ചെയ്യണമെന്ന്. റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്ത് 60,000 രൂപ സാലറി മേടിച്ചിട്ട് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യുക. നിന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ജൂവിഷ് ഫാമിലിയൊക്കെ അതൊക്കെ നിർത്തിവെച്ചത് അങ്ങനെയാണ്. അവർ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ ബൈബിൾ പണ്ട് തൊട്ട് എഴുതി വെച്ചെന്ന് അറിയാം. കന്യകയിൽ നിന്ന് ജനിക്കും, കുരിശിന് മരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഗ്രെയിൻ സാക്രിഫൈസും ഷീപ്പ് സാക്രിഫൈസൊക്കെ നിർത്തി, ബ്ലഡ് സാക്രിഫൈസൊക്കെ നിർത്തി പതിയെ ആ വർഷം തൊട്ട് 1500 വർഷം 1000 വർഷം അതിന് മുമ്പ് നിൽക്കുമ്പോൾ AD. അപ്പോൾ മനസ്സിലാക്കുക എന്താ നിങ്ങളുടെ വെഡി തന്നു. ഇപ്പോൾ നിങ്ങൾ മാവേലിനെ ഹാപ്പി ആവണമെന്ന് പറഞ്ഞ് നടക്കണ വെഡികൾ, മാവേലിയാണോ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്? അത് മനസ്സിലാക്കാൻ പഠിക്കുക. മാവേലിക്ക് എന്താ അതിൻ്റെ ബന്ധം? മാവേലിക്ക് നിങ്ങൾ വരച്ച് കാണിക്കുമ്പോൾ തന്നെ ഏതോ ഒരു പണ്ട് രാജാവായിരുന്ന ഒരു വെഡ്ഡി, അവനെ ആരാധിക്കേണ്ട കാര്യം എന്താ നിനക്ക്? അത് മനസ്സിലാക്കുക. ഇത്ര വലിയ കുടവയറുണ്ട്. കുടവയറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, പൊന്ന് തള്ളി ഒരു ബോൾ 2 ബോൾ വെച്ചണ പോലെ മുന്നിലും പുറത്ത് ചന്തി ഇത്ര തള്ളിയിട്ട്. അപ്പോൾ നല്ല തടിയുണ്ടാവും. ആ തടിയുള്ള ഇത് കുരിശ് തറച്ചു കഴിഞ്ഞാൽ അത് പൊന്തിച്ച് വയ്ക്കുമ്പോൾ കുരിശിന് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് നടുവേന്ന് ഒടിഞ്ഞ് മാവേലി ആയാലും ആരായാലും തല കുത്തി വീണ്, വയറും തല കുത്തി വീണ് അത് വീഴും. പിന്നെ സാക്രിഫൈസ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. സാക്രിഫൈസ് ഇല്ലാണ്ട് റിസറക്ഷൻ ഉണ്ടാവും. അപ്പോൾ കുഴിച്ചിന് തല കുത്തി വീണമെന്ന് പറഞ്ഞാൽ അത് റിസറക്ഷൻ ആവും. ഇല്ല, അത് മിണ്ടാണ്ട് സഹിക്കാൻ തുടങ്ങും. മാവേലി മമ്മൂട്ടി മാമുക്കോ എന്താ ചെയ്യുക? ഓടി നടന്ന കൊല്ലല്ലേ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് മിണ്ടാണ്ട് സഹിക്കാന്ന് പറയാൻ പറ്റില്ല. ഇത് മിണ്ടാണ്ട് സഹിച്ചു, മരവിച്ചു, ഹാർട്ട് ബീറ്റ് മരവിച്ചു, പിന്നെ പുനരുദ്ധരിച്ചു. അതാ പറയണേ. അല്ലാണ്ട് അവിടെ ഇവിടെയും നിൻ്റെ വിഡ്ഢിത്തം ഡിപ്പെൻഡ് ചെയ്യണല്ലേ. സോഷ്യൽ വാക്കുകൾ അവിടെ ഇവിടെയും പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത്. നിങ്ങൾക്ക് നിൻ്റെ മുഖത്ത് ജയിക്കാൻ വല്ല വകയുണ്ട? തോൽക്കാൻ വകയുള്ള മുഖത്ത് കണ്ണാടി പോയി നോക്ക്. അപ്പോൾ മനസ്സിലാക്ക്, നിങ്ങൾക്ക് ഞാൻ നിൻ്റെ പോലെ ആരെക്കുറിച്ച് കുറ്റം പറയാൻ നടന്നിട്ടില്ലേ? നീ ഏതോ വെഡ്ഡീനെ സ്വപ്നം കാണണം. ഞാൻ ആരെക്കുറിച്ചും അവൻ പാവ, അത് പറയാത്തതുകൊണ്ടെങ്കിൽ പറയാം. നിങ്ങൾ പറഞ്ഞവരത് പറയില്ലേ? അവൻ പാവ എന്ത് വിചാരിക്കും? നവംബർ 5, 2025 ഞാൻ ജനിച്ചിട്ടുള്ളൂ. ഇത്ര നാൾ പറയാത്തതും ചെയ്യാത്തതും കാണാത്തതും കണ്ടതും ചെയ്യാത്ത അറിയാതിരിക്കാൻ.
നീ ഒരു വിഡ്ഢിയാണ് മോനെ, വിഡ്ഢി. നീ എത്ര മുതിർന്നാലും എൻ്റെ മുമ്പ് ചത്ത് കഴിഞ്ഞാൽ നീ ഈ വിഡ്ഢിത്തം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗുണമില്ലാണ്ട് നടന്നതെന്ന് മനസ്സിലാക്കും. മമ്മൂട്ടി മുസ്ലിംസ് ഇതിനെ കുറിച്ച് പറയില്ല. അവരൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നവരാണ്. ഞാൻ ആരും എൻ്റെ അനിയന, ജിബിയ, കസിന, മമ്മിയ, ഡാഡി എന്തൊക്കെ ക്ഷീണിച്ച് വരണു, എന്തൊക്കെ ധൈര്യം ഇല്ലാണ്ട് ചെയ്യണു, അതിനെയൊന്നും ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറയും. ഗ്ലീഷോ കുട്ക കഴിച്ച് നടക്കണം, അവർ ആരെക്കുറിച്ചും പറയുന്നില്ല. അവൻ കുട്ക കഴിച്ച് നടക്കും, ബീഡി വലിക്കും, സിഗരറ്റ് വലിക്കും, അവൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യണം, ഞാനും കുട്ടിക്കും ബീഡി സിഗരറ്റ് വലിച്ച് നടത്താൻ അങ്ങനെ പറഞ്ഞു നടക്കണല്ലേ. അവന് നാണാണ്, അവന് ധൈര്യമില്ല, അവന് ക്ഷീണമാണ്, മറവി രോഗമുണ്ട്, അവന് ദേഷ്യം വരും, അവന് പേടിയാണ്. അങ്ങനത്തെ വാക്കുകൾ, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് മെറ്റീരിയലിസ്റ്റിക് പീപ്പിളിന് എത്ര വേണ്ടി തകർന്നു പോണ വിഡ്ഢികൾക്ക് പറ്റണ വിഡ്ഢിത്താണ്, വാക്കുകളാണ്. അങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്ക് കൊള്ളണില്ല, അങ്ങനെയാണ് കുടിച്ച് നടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നടക്കണില്ല, ഇനി നടക്കില്ല. അങ്ങനെ നിന്റെ വിഡ്ഢിത്തം കാരണമാണ് ഞാൻ നടക്കണമെന്ന് മനസ്സിലാക്കിയാണ്. നിന്നെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. നിന്റെ വിഡ്ഢിത്തം നിന്നെ കൊണ്ടേ പോകും. എന്തെങ്കിലും നിന്റെ തന്തയെ തള്ളെ കൊണ്ട് നിനക്ക് കുഞ്ഞ് വല്ല ഗുണം ഉണ്ടായതോ എന്ന് ചിന്തിക്കുന്നേ. എന്നിട്ട് നിങ്ങൾ അവർക്ക് പാവമാണ്, ധൈര്യമില്ല, പേടിയാണ്, നാണാണ്, ക്ഷീണമാണ്, മറവി രോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നടക്കാൻ പോയിട്ടില്ല. പെണ്ണാണ്, ആണാണ്. ഈ പെണ്ണും ആണും വെഡിത്താണ് നീ പറഞ്ഞു നടക്കണേ. ഞാൻ പറഞ്ഞു നടന്നിട്ടില്ല ആരെക്കുറിച്ചും. പറഞ്ഞു നടക്കാത്തതുകൊണ്ട് എനിക്ക് പറയാം. വീട്ടുകാരെക്കുറിച്ച് ആരെക്കുറിച്ച് ഞാൻ അവർക്ക് ക്ഷീണമാണ് മറ്റേതാണ് പറഞ്ഞു നടന്നിട്ടില്ലേ. സ്വന്തം വഴിക്ക് സ്വന്തം കാര്യം നോക്കി അവരുടെ കയ്യിൽ നിങ്ങളെ വെട്ടി തലയിടരുതെന്ന് നീ തന്നെ പെടും. എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഈ എല്ലാം ചെയ്യേണ്ടത്. അത് പറഞ്ഞു കേട്ടോ, മ്യൂസിക് അക്കാഡമി മ്യൂസിക് 4 വർഷം പഠിക്കാൻ പോണ പോലെയാണ്. ഒരു കാര്യം 3 കാര്യത്തിന് വേണ്ടി ഇപ്പോൾ സംസാരിച്ചാൽ അത് അടുത്തേക്ക് കടക്കുക. അവിടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അതിനുള്ളത് ചെയ്യണം. പറഞ്ഞ രീതി അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നിന്റെ വീട്ടിലത്തെ എങ്ങനെയാണ് ചെറിയ പിള്ളേർ 11 വയസ്സിൽ അങ്ങനെ പറച്ചിലില്ല. പിന്നെ എങ്ങനെയാണ് വളർന്നു വരുമ്പോൾ ഇപ്പം പറയണ രീതി അപ്പം ആവണേ. ഇപ്പം പറയണ രീതി ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അന്ന് പറയണ രീതി. പക്ഷെ അന്നും പഠിക്കലും മെറ്റീരിയലിസ്റ്റിക് നേച്ചർ, മെറ്റീരിയൽ സ്റ്റഡി പാടില്ല. അതിലെങ്ങനെ ആ രീതിയിൽ അവിടെ പറച്ചിൽ വരണേ. നിനക്ക് മനസ്സിലാക്കാത്ത ബുദ്ധിയുണ്ട്. നീ ഇപ്പോഴും ഏതോ വെഡ്ഡിനെ ഓർക്കാണ് എവിടെ നിന്ന് വരണേന്ന് മനസ്സിലാക്കിയിട്ടും ഏതോ വെഡ്ഡികളെ ഇവിടെയുള്ള ആദിവാസികളും കുറേ മാവേലികളെ ആരാധിക്കണം ആദിവാസികളെ പറഞ്ഞിരിക്കുക. അവരുടെ മോത കണ്ടറിയാലോ അവരിവിടെ വളർന്നവരാണ്. അവർ കറുത്ത കുരുട്ട് മോന്ത എവിടെ നിന്ന് വരണേന്ന് നോക്ക്. എന്ത് പഠിച്ച് എന്ത് വളർന്ന് വരണേ. അവിടെ ഹിന്ദി ഇല്ല. ഗുണ്ടെന്ന് പറഞ്ഞ് നടക്കണ ഗുഡ്കകൾ കഴിച്ച് നടക്കണ വെഡ്ഡികൾ ഇത് പറയൂ. അവർ മലയാളം ഭാഷയിൽ 75 മാർക്ക് മേടിക്കുമോ? മലയാളികൾ ഹിന്ദികളും ഇംഗ്ലീഷിൽ 100 മാർക്ക് മേടിക്കണേ. 100ൽ 90 മാർക്ക്. എനിക്ക് 50, നേരെ മറിച്ച് എല്ലാ വർഷവും 50 മാർക്ക് വെച്ച് കിട്ടണുള്ളൂ 100ൽ. അത് പുറത്ത് പോയി വെഡ്ഡി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെഡ്ഡി ജോലി 7 വർഷം ചെയ്ത് നടന്ന് ഒരു മുസ്ലിം, ഒരു ഈജിപ്ഷ്യൻ ഹിന്ദിയിൽ എഴുതി വെച്ച് ക്രൂരത എന്ന് എഴുതിക്കണം. അത് ക്രിസ്ത്യാനിറ്റി ആവില്ല. പക്ക റോമൻ കത്തോലിക്ക എന്ന് പറഞ്ഞ് പീസായി ചാവാൻ കിടക്കണം. ഏതോ അനിയനെ ഏതോ അവരുടെ തന്തയും തള്ളയും ബൈബിൾ വായിക്കാണ്ട് യേശു കിശോ എന്ന് പറഞ്ഞിട്ട് അവർ പീസായി ചാവണ്ടി വരുത്തിച്ചു. അത് മനസ്സിലാക്കാൻ പഠിക്കി. അതിലേക്ക് ഞാൻ എടുത്ത് ചാടുണ്ട, ഗുഡ്ക കഴിക്കാൻ എടുത്ത് ചാടുണ്ട. ഇല്ല, നിന്റെ പോലത്തെ ആദിവാസി സ്ത്രീകൾ സൺഡേ പോകുന്നത് തെറ്റ് ചെയ്യാൻ, റിപ്പീറ്റ് ചെയ്യാനാണ് പോണേന്ന് മനസ്സിലാക്കാൻ പഠിക്കി. ഈ റിപ്പീറ്റഡ് സാക്രിഫൈസും ജീവനില്ലാത്ത വിഗ്രഹാരാധനയും പോപ്പും കോപ്പും 2000 വർഷമായിട്ട് കൈനികയുടെ ആവശ്യമില്ല. രക്ഷകയുടെ ആവശ്യം എന്താ? ഒരു രക്ഷകനുള്ളതെന്ന് പറയുമ്പോൾ അതിനൊക്കെ ആരാധിച്ച് നീ വീണ്ടും ഈ സൺഡേ തെറ്റ് ചെയ്തിട്ടാണ് വായന്ന് വെഡിത്തം വരണ നാവിന്ന്. അപ്പം അറിയാം ഈ ചെകുത്താനും വെഡ്ഡികൾ ആരാന്ന്. അണിഞ്ഞൊരുങ്ങി നടന്ന് ഭക്ഷണം ഉണ്ടാക്കി അണിഞ്ഞൊരുങ്ങി നടക്കണവർ. എന്തെങ്കിലും ശബ്ദം കേട്ട അപ്പോൾ ഓടിപ്പോണവർ, ആക്ട് ചെയ്യണവർ, തലയ്ക്ക് വിവരമില്ലാണ്ട് ഏതോ നമ്മൾ എന്ത് സിറ്റുവേഷൻ കണ്ടു അപ്പം അതിനു വേണ്ടി ആക്ട് ചെയ്യണവർ. ചോദിക്കേണ്ടത് എപ്പം വെച്ചാലും ചോദിക്കേണ്ടത് നിങ്ങളുടെ കുറ്റബോധം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ തുറന്നു മുള്ളന്ന് നോക്കാറുണ്ട്. നിങ്ങളെ വെഡിത്തം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നെ സ്പിരിച്വൽ ഇൻക്ലൈനേഷൻ കൂടുതലായതുകൊണ്ട് ക്യാമറ ഉണ്ടെങ്കിലും തരുന്നില്ല എന്ന രീതി കാണിക്കണേ. പക്ഷെ നിങ്ങൾ പോലീസിന് CBI വരുത്തണം. നിങ്ങളുടെ തുറന്നു എൻ്റെ പ്രൈവസിയിൽ കൈയിടാൻ നിങ്ങൾക്ക് എന്താ അർഹത? ഇതൊക്കെ മരിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞ് ചോദിച്ചാൽ നിങ്ങളതിന് ഇല്ലാണ്ടാവും. നിങ്ങളുടെ തുറന്നു മുള്ളത് ഞാൻ നോക്കി നടക്കണല്ലോ. അപ്പോൾ ഇവിടെ പോലീസിനെ വിളിച്ച് പോലീസ് വരെ നോണ പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണ് പോലീസിനെ വിളിച്ചോ ഇങ്ങനെ നടക്കുന്നുണ്ട്? പിന്നെ ഉള്ള കാര്യം ഇല്ലാത്ത പോലെ ആവോ? അപ്പോഴും ഞാൻ ജയിക്കും. അപ്പോഴും സ്വന്തം കാര്യം നോക്കി നടക്കണം. അവരുടെ കയ്യിൽ നീ കൈയിടരുതെന്ന് പറയണത്. നീ വെഡ്ഡികളെ പോലെ ഇങ്ങനെ നടക്കും. ഏത് നിന്റെ വയസ്സായ ആര് ചത്താലും, അതായത് നീ എന്നെക്കാളും മുമ്പ് ഒരു 50 വർഷം മുമ്പ് ചത്താലും ഈ വെഡ്ഡിത്തം നീ കൈവിടില്ല. എന്താണെന്ന് വെച്ചാൽ നിന്റെ വിചാരം വെഡ്ഡിത്താണ് ഏറ്റവും വലിയ മഹാത്മ്യം വിചാരിച്ചിരിക്കുക. നീ വെഡ്ഡി എടാ, നിന്റെ വെഡ്ഡി മോന്ത കുമ്മുട്ടിയുടെയും കോഹലൻ്റെയും ഓട്ടോ ചോർച്ചിൻ്റെ മോന്ത കണ്ണാടി പോയി നോക്ക്. അവരാരെയും പറയും. അവർക്ക് ഇങ്ങനെ അങ്ങനത്തെ വാക്കുകൾ, അങ്ങനത്തെ ടോൺ അവരുടെ വായിന്ന് വരണേ. അത് മനസ്സിലാക്കാൻ പഠിക്കും വെഡ്ഡി.
നീ തലയിൽ എഴുതിയൊക്കെ നീ വെഡിത്താണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നത് വെഡിയായിട്ടാണ്, നാളെ എഴുന്നേറ്റ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ചെകുത്താൻ വെടിയുടെ പോലെ ഏതോ ഒരു പള്ളിയിൽ നിന്ന് പറഞ്ഞ് വെഡിത്തം കാണിക്കാൻ ഈ സാലറി മേടിക്കണ റിപ്പീറ്റഡ് സാക്രിഫൈസ് കാണാനേ പോണേന്ന് മനസ്സിലാക്ക്. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് വെഡിത്തം വായെന്ന് വന്നിട്ട് ചെകുത്താൻ വെഡിത്തരത്തിൻ്റെ ഒരു ഇതാ കാണിക്കണേ. മനസ്സിലാക്കത്. എടി പറയിപ്പിച്ച് ആർക്കും എന്തൊരു വെഡിത്തം ചെയ്യാം. എന്ന് പറയുമ്പോൾ മനസ്സിലാക്ക്. ഇപ്പം ഫുള്ളായിട്ട് സംസാരിക്കുന്നത് ആരാ നോക്ക്. അപ്പം നിന്റെ വെഡിത്തം മാറ്റ്. അവർ എന്ന് പറഞ്ഞിട്ട് സ്വന്തം സൂക്ഷിച്ച അവസ്ഥ പുറത്ത് കാണിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് വെഡി?